ഹലോ, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ സുഷ്മിത കിരൺ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ കഴിഞ്ഞ ദിവസം നടന്നിട്ടുണ്ടായിരുന്ന വിമൻ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ പരീക്ഷയുടെ കണക്ക് ചോദ്യങ്ങളും അതിന്റെ സൊല്യൂഷൻസും ഒക്കെയാണ്. വരുന്ന LD ക്ലർക്ക് പരീക്ഷയ്ക്ക് LP UP എക്സാമിനും ഒക്കെ തയ്യാറെടുക്കുന്നവർ ഈ ചോദ്യങ്ങളെല്ലാം ചെയ്തു പഠിക്കുക കേട്ടോ. കാരണം എത്രത്തോളം ക്വസ്റ്റ്യൻസ് ചെയ്തു പഠിക്കുന്ന നമ്മൾക്ക് അത്രത്തോളം മാത്സ് ചെയ്യാൻ ഉള്ള ട്രിക്കുകൾ നമ്മൾ പഠിക്കുകയും അതുപോലെ തന്നെ ഏത് രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിച്ചാലും നമുക്ക് ചെയ്യാനും സാധിക്കും. അതാണ് അതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത്. ഒട്ടും സമയം കളയണ്ട. ലെറ്റ്സ് മൂവ് ടു ആ വീഡിയോ. അടുത്ത ചോദ്യം ഇതാണ്: 0.01ന്റെ എത്ര ശതമാനമാണ് 0.001? ഓക്കെ, അതായത് 0.01ന്റെ എത്ര ശതമാനമാണ് 0.001 എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഒരു സംഖ്യയുടെ ഉടേ എന്ന് വന്നാൽ എന്ത് ചെയ്യണം? ഗുണം ഇട്ട് കൊടുക്കണം. അപ്പൊ 0.01ന്റെ അല്ലെങ്കിൽ അത് ഉടേ ഇന്റെ എന്നൊക്കെയുള്ള വാക്കുകൾ എന്തിനെ സൂചിപ്പിക്കുന്നു? ഗുണനത്തിനെ സൂചിപ്പിക്കുന്നു. അപ്പൊ 0.01ന്റെ എത്ര ശതമാനം എത്രന്ന് നമുക്ക് അറിയില്ല. എക്സ് എന്ന് ഇട്ട് കൊടുത്തു. ശതമാനം കാണിക്കാൻ വേണ്ടി എന്ത് ചെയ്യണം? 100 ഹരിക്കണം. ഓക്കെ, അപ്പൊ x/100 എന്ന് ഇട്ട് കൊടുത്തു. ആണ് 0.001 എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. മനസ്സിലായല്ലോ? 0.01ന്റെ എത്ര ശതമാനമാണ് 0.001? ഇനി അടുത്ത സ്റ്റെപ്പ് നമുക്ക് എന്ത് ചെയ്യാം? നേരിട്ടും എക്സിനെ ഇവിടെ നിർത്തിയിട്ട് ഇവരെല്ലാം അങ്ങോട്ട് വിട്ട് സോൾവ് ചെയ്യാം. അല്ലാതെ കുറച്ചും കൂടെ എളുപ്പമായിട്ട് ഞാൻ പറഞ്ഞു തരിക, പോയിന്റ് ഒക്കെ അങ്ങ് കളഞ്ഞിട്ട് ചെയ്യുന്നതാണ് കേട്ടോ. 0.01 എന്ന് പറഞ്ഞാൽ എന്താണ്? 1 എഴുതിയിട്ട് പോയിന്റിന് ശേഷം എത്ര സംഖ്യ? 2 സംഖ്യ. അപ്പൊ 1/100. ഇവിടെ 0.02 ആയിരുന്നെങ്കിലോ 2/100. അതായത് പോയിന്റിന് ശേഷം എത്ര സംഖ്യയുണ്ടോ താഴെ അത്രയും 0 ഇട്ട് കൊടുക്കുക. ഇൻറ്റു x/100 അവിടെ ഉണ്ട്, അത് അവിടെ കിടന്നോട്ടെ. ഇനി ഇതിനെ നമുക്ക് മാറ്റാമല്ലോ. 0.001 പോയിന്റിന് ശേഷം 3 സംഖ്യ. അപ്പൊ താഴെ എത്ര 0? 3 0. ഇവിടെ 1 ആയതുകൊണ്ടാണ് ഞാൻ ഇവിടെ 1 എഴുതിയത്. ഇവിടെ ഏത് സംഖ്യയാണോ ആ സംഖ്യ മുകളിൽ ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് എക്സിനെ ഇവിടെ നിർത്താം. ബാക്കിയുള്ള സംഖ്യകളെ ഏതൊരു സംഖ്യയുടെയും 10% എന്ന് പറഞ്ഞാൽ ആ സംഖ്യയെ 10 കൊണ്ട് ഹരിക്കുന്നതിന് തുല്യമാണ്. ഓക്കെ, ഏതൊരു സംഖ്യയുടെയും 10% എന്ന് പറഞ്ഞാൽ ആ സംഖ്യയെ 10 കൊണ്ട് ഹരിക്കുക. സേ ഫോർ എക്സാമ്പിൾ 120ന്റെ 10% എത്ര എന്നാണ് ചോദിക്കുന്നതെങ്കിൽ 120നെ 10 കൊണ്ട് ഹരിച്ചാൽ മതി. അപ്പൊ എത്ര വരും? 12 ആണ് 120ന്റെ 10%. അപ്പൊ അതുപോലെ ഏത് സംഖ്യയും 10 കൊണ്ട് ഹരിച്ചാൽ നമുക്ക് എന്ത് കിട്ടും? അതിന്റെ 10% കിട്ടും. അപ്പൊ ഓപ്ഷൻ അങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കിയാൽ ആൻസർ കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക കേട്ടോ. നോക്കിക്കേ, 0.01നെ ഞാൻ 10 കൊണ്ട് ഹരിച്ചാൽ എന്ത് സംഭവിക്കും? താഴെ 10 വന്നാൽ താഴെ എത്ര 0 ഉണ്ടോ മുകളിൽ അത്രയും സംഖ്യ വിട്ട് കുത്തിട്ട് കൊടുക്കുക. അപ്പൊ ഓൾറെഡി ഇവിടെ 2 സംഖ്യകളുണ്ട്, ഒരു 0 കൂടെ വന്നു. അപ്പൊ എന്ത് ചെയ്യും? 3 സംഖ്യകൾ വിട്ട് കുത്തിട്ട് കൊടുക്കണം. ഇത് തന്നെയല്ലേ ഇവിടെ തന്നേക്കുന്നേ. കണ്ടോ, നമുക്ക് ആ ഉത്തരം തന്നെ കിട്ടിയില്ലേ? അപ്പൊ എന്ത് മനസ്സിലായി? 0.01ന്റെ 10% 0.001. ഇത് കാണുമ്പോഴേ നിങ്ങൾക്ക് അത് ക്ലിക്ക് ആവുകയാണെങ്കിൽ ഈ മെത്തേഡ് യൂസ്ഫുൾ ആണ്. കാരണം എന്താ? ഇവിടെ പോയിന്റിന് ശേഷം 2 സംഖ്യയുള്ളൂ, ഇവിടെ പോയിന്റിന് ശേഷം 3 സംഖ്യയുണ്ട്. അപ്പൊ 2 സംഖ്യ 3 ആകണമെങ്കിൽ 10 കൊണ്ട് ഹരിക്കണ്ടേ? ഇതിനെ 10 കൊണ്ട് ഹരിച്ചാലേ എനിക്ക് ഈ പോയിന്റിന് ശേഷമുള്ള 2 സംഖ്യയെ 3 ആക്കാൻ സാധിക്കുള്ളൂ. ഒരു സംഖ്യയെ 10 കൊണ്ട് ഹരിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ 10% കാണുക എന്നാണ് അർത്ഥം. ഓക്കെ, അപ്പൊ 10 കൊണ്ട് ഹരിക്കുക എന്ന് പറഞ്ഞാൽ 10% കാണുക. അപ്പൊ നമ്മുടെ ഉത്തരം എത്രയാണ്? 10%. അങ്ങനെ വേണമെങ്കിലും റിലേറ്റ് ചെയ്ത് വേണമെങ്കിലും നമുക്ക് ആൻസർ ചെയ്യാം കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ഏതാണോ സൗകര്യപ്രദമായി തോന്നുന്നത് ആ രീതി പഠിച്ചു വെക്കുക. എന്താണെങ്കിലും തെറ്റിക്കരുത്. ഓക്കെ, അടുത്ത ചോദ്യം നോക്കിക്കേ. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആണ് പറഞ്ഞേക്കുന്നത്. നമ്മൾ ഇവിടെ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഏത് സൈനുകൾ ഇട്ട് കൊടുത്താൽ 25 എന്ന ഉത്തരം കിട്ടും ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ഓപ്ഷൻസ് ഇട്ട് നോക്കുക എന്നല്ലാതെ വേറെ ഒരു വഴിയില്ല. അപ്പൊ നമുക്ക് ഒന്നാമത്തെ ഓപ്ഷൻ ഇട്ട് നോക്കാം. ഒന്നാമത്തത് ആദ്യം ഡിവിഷൻ,
പിന്നെ അതിന് ശേഷം കൂട്ടുക, പിന്നെ അതിന് ശേഷം ഗുണിക്കുക എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ ചെയ്ത് നോക്കിക്കേ. ആദ്യം ഹരണം ചെയ്യുക. 15നെ 3 ഹരിച്ചാൽ 5 എന്ന് കിട്ടി. പ്ലസ് 4 ഗുണം 5 എത്രയാണ്? 20. 20ഉം 5ഉം കൂടെ കൂട്ടിയാൽ 25. കണ്ടോ, നമ്മുടെ ഉത്തരം കിട്ടി. 25 കിട്ടണമെങ്കിൽ ഓപ്ഷൻ എ ആണ് നമ്മളുടെ ആൻസർ. ആദ്യം ഹരിക്കുക, പിന്നെ പ്ലസ്, പിന്നെ ഗുണനം, ആ ഒരു ഓർഡർ ഇട്ട് കൊടുക്കുക. ആദ്യം ഹരണം ചെയ്യണം, പിന്നെ ഗുണനം ചെയ്യുക, പിന്നെ അവരെ തമ്മിൽ കൂട്ടിയാൽ ഉത്തരമായി കേട്ടോ. അപ്പൊ ആൻസർ ഇവിടെ ഏതാണ്? ഓപ്ഷൻ എ ആണ്. ഓക്കെ. ഇനി എ അല്ലായിരുന്നെങ്കിലോ ഇതുപോലെ നിങ്ങൾ ബി ഇട്ട് നോക്കണം, സി ഇട്ട് നോക്കണം, ഡിയും ഇട്ട് നോക്കുക. ഏതെങ്കിലും ഒരെണ്ണം ആൻസർ ആയിട്ട് കിട്ടും. പൊതുവെ ഇങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ വരുമ്പോൾ മിക്കവാറും നമ്മുടെ ആൻസർ എയോ ബിയോ ആയിരിക്കും കേട്ടോ. അതിനപ്പുറത്തേക്ക് പോവാറില്ല. കാരണം കുട്ടികളുടെ അത്രയും സമയം വേസ്റ്റ് ആവുമല്ലേ. അതുകൊണ്ട് PSC അത്രയും കോംപ്ലിക്കേറ്റഡ് ആക്കിയിട്ട് കൊണ്ടിടാറൊന്നുമില്ല. ഒന്നെങ്കിൽ എയിൽ നിങ്ങൾക്ക് ഉത്തരം കിട്ടും, അല്ലെങ്കിൽ മാക്സിമം ബിയിൽ ഉത്തരം കിട്ടും. ഓക്കെ. അടുത്ത ചോദ്യം. ഒരു സ്കൂളിലെ ആകെ കുട്ടികളുടെ 55% പെൺകുട്ടികളും ബാക്കി ആൺകുട്ടികളുമാണ് കേട്ടോ. അപ്പോൾ ഒരു സ്കൂളിൽ ആകെ 100% കുട്ടികളുണ്ടല്ലോ. ആ 100% കുട്ടികളിൽ 55% എന്ന് പറയുന്നത് എന്താണ്? പെൺകുട്ടികളാണ് കേട്ടോ, ഗേൾസ് ആണ്. അപ്പൊ ബാക്കിയുള്ള 45% ആരായിരിക്കും? ആൺകുട്ടികളായിരിക്കും. ശരിയല്ലേ? ഇനി ആൺകുട്ടികളിൽ 80% കുട്ടികളും വാർഷിക പരീക്ഷയ്ക്ക് ജയിച്ചു. പെൺകുട്ടികളിൽ 90% കുട്ടികളും ജയിച്ചു കേട്ടോ. അപ്പൊ ഈ 55%ന്റെ 90% എന്തായി? പാസ്സായി. 10% ഫെയിലായി. ഓക്കെ. ആൺകുട്ടികൾ ഇതുപോലെ 80%, 45%ത്തിന്റെ 80% കുട്ടികൾ എന്ത് ചെയ്തു? എക്സാമില് പാസ്സായി. ബാക്കിയുള്ള 20% എന്തായി? ഫെയിലായി. ഓക്കെ. ഇന്ന് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ആ സ്കൂളിൽ ആകെ 1600 കുട്ടികളുണ്ടെങ്കിൽ തോറ്റ കുട്ടികളുടെ ശതമാനം കാണുക. ഇതാണ് ചോദിച്ചേക്കുന്നത് കേട്ടോ. അപ്പൊ ഇത് കുറേ രീതിയിൽ നമുക്ക് ചെയ്യാം. നമുക്ക് ഇഷ്ടമുള്ള മെത്തേഡിൽ വേണമെങ്കിലും ചെയ്യാം. ഞാൻ എനിക്ക് കൺവീനിയന്റ് ആയിട്ടുള്ള ഒരു രീതി പറഞ്ഞു തരാം കേട്ടോ. ആകെ നമുക്കറിയാം 100%. ഈ 100% എന്ന് പറയുന്നത് എത്രയാണ്? 1600 ആണ് അല്ലെ. 100% 1600 ആണ്. അപ്പൊ 1600ന്റെ 55% പെൺകുട്ടികളും അതിന്റെ 45% ആൺകുട്ടികളും ആയിരിക്കുമല്ലോ. അപ്പൊ നമുക്ക് ഇങ്ങോട്ട് എഴുതാം 1600. 1600ന്റെ എത്ര ശതമാനം പെൺകുട്ടികൾ? 55%. 55/100 എന്ന് എഴുതി. ഇനി അതിനകത്ത് തന്നെ പാസ്സായവരുടെ കണക്കല്ല, ഫെയിലായവരുടെ കണക്കാണ് നമുക്ക് വേണ്ടേ. 90% പാസ്സായി, 10% ഫെയിലായി. അപ്പൊ അതിന്റെ 10% കണ്ടുപിടിക്കുക. കണ്ടോ, 10% കണ്ടുപിടിച്ചു. ഇതുപോലെ തന്നെ ആൺകുട്ടികളുടെയും കണ്ടുപിടിക്കാമല്ലോ. 1600 ആണ് ആകെ മൊത്തമുള്ള കുട്ടികൾ. അതിൽ 45% എന്ന് പറയുന്നത് ആൺകുട്ടികളാണ്. അതിനകത്തും 20% തോറ്റുപോയത്. അപ്പൊ ഞാൻ 20/100 എന്ന് എഴുതി. ഇത് രണ്ടും കൂടെ കണ്ടുപിടിച്ചിട്ട് കൂട്ടിയാൽ നമുക്ക് ആകെ ഫെയിലായ കുട്ടികളുടെ എണ്ണം കിട്ടും. ശരിയല്ലേ? ചെയ്യാലോ. 1600 ഈ 2 0യും ഈ 2 0യും വെട്ടി, ഈ ഒരു 0യും ഈ ഒരു 0യും വെട്ടി. 10നെ 55നെയും കൂടെ വെട്ടാലോ. 5 ഗുണം 11 55 ആണ്. 5 ഗുണം 2 10 ആണ്. വീണ്ടും 2ഉം 16ഉം കൂടെ വെട്ടിക്കോ. 2 ഗുണം 1 2, 2 ഗുണം 8 16. 8ഉം 11ഉം കൂടെ ഗുണിച്ചാൽ എത്ര കിട്ടും? 88 എന്ന് കിട്ടി. അപ്പൊ ആകെ 88 പെൺകുട്ടികളാണ് തോറ്റത്. ആൺകുട്ടികൾ അതുപോലെ തന്നെ ചെയ്യാമല്ലോ. ദേ 2 0യും വെട്ടിപ്പോയിട്ടോ. ഈ 0 0 വെട്ടി. 2 ഗുണം 1 2, 2 ഗുണം 5 10 എന്ന് കിട്ടി. 5 ഗുണം 1 5, 5 ഗുണം 9 45. 16 ഗുണം 9 144. കണ്ടോ, അപ്പൊ എത്ര ആൺകുട്ടികളാ തോറ്റത്? 144 പേര് തോറ്റു. സോ ഇവരെ രണ്ടുപേരെയും കൂടെ കൂട്ടിയാൽ ആകെ മൊത്തം തോറ്റ കുട്ടികളുടെ എണ്ണം കിട്ടും. അപ്പൊ കൂട്ടിക്കോ. 144 പ്ലസ് 88. 8 4 12 ശിഷ്ടം 1. 8 4 12 1 13. 1 1 2. അപ്പൊ ആകെ 1600-ൽ 232 കുട്ടികൾ തോറ്റു. 1600ന്റെ എത്ര ശതമാനമാണ് 230 എന്നാണ് ചോദിച്ചേക്കുന്നത്. ഞാൻ കുറച്ച് മുന്നേ പറഞ്ഞ ലോജിക് ഇല്ലേ, 1600നെ 10ഉമായിട്ട് ഹരിച്ചാൽ 10% കിട്ടും. അപ്പൊ 10% എന്ന് പറയുമ്പോൾ എത്രയാ? 160 ആണേ.
ഈ 160ന്റെ ഇരട്ടിയല്ലേ 20%? 10% 160 ആണെങ്കിൽ 20% എന്ന് പറയുമ്പോൾ ഇതിന്റെ നേരെ ഇരട്ടി എടുക്കാം, 320. പക്ഷെ നമ്മുടെ കുട്ടികളുടെ എണ്ണം എത്രയാണ്? 232. അതിനേക്കാളും കുറവാണ്. അപ്പൊ നമ്മളുടെ ഉത്തരം എപ്പോഴും 10%-നും 20%-ന്റെയും ഇടയ്ക്കായിരിക്കും. ഓക്കെ, ഇത് നമ്മൾ ലോജിക്കലി ആൻസർ ചെയ്യുന്നൊരു രീതിയാണ് കേട്ടോ. നമ്മുടെ ഉത്തരം 10%-നും 20%-നും ഇടയിലായിരിക്കും. ഇത് നമ്മുടെ ഓപ്ഷനിലേക്ക് ഒന്ന് നോക്കിക്കേ. നമ്മുടെ ഓപ്ഷനകത്ത് 10%-നും 20%-നും ഇടയിലുള്ള ഏതെങ്കിലും ആൻസർ ഉണ്ടോ? ഒരെണ്ണം മാത്രമേ ഉള്ളൂ അല്ലെ, 14.5. അപ്പൊ നമ്മുടെ ഉത്തരം എന്താണെങ്കിലും 14.5 ആയിരിക്കും. ഇനി നേരെ മറിച്ച് നിങ്ങൾക്ക് തന്നിരിക്കുന്ന എല്ലാ ഓപ്ഷനും 10ന്റെയും 20ന്റെയും ഇടയ്ക്കായിരുന്നെങ്കിലോ? അപ്പൊ നമ്മൾ ശതമാനം കണ്ടുപിടിക്കുക തന്നെ വേണം. എങ്ങനെ കണ്ടുപിടിക്കുക? 1600ന്റെ എത്ര ശതമാനമാണ് 232? എത്ര ശതമാനം? നമ്മൾ x/100 എന്ന് എഴുതി. ഇനി ഈ സീറോസ് രണ്ടും വെട്ടിക്കളയാലോ. x = 232/16 ചെയ്യുക. ഉത്തരം 14.5% എന്ന് കിട്ടും. കണ്ടോ? ഇങ്ങനെ വേണമെങ്കിലും ആൻസർ ചെയ്യാം കേട്ടോ. അപ്പൊ ആദ്യം നമ്മൾ എന്താ ചെയ്തേ? ടോട്ടൽ 100% എടുത്തു. 100%ന്റെ 55% പെൺകുട്ടികളാണ്, 45% ആൺകുട്ടികളാണ്. അതിൽ തന്നെ 10% തോറ്റു. ഈ 45%-ൽ 20% കുട്ടികൾ തോറ്റുപോയി. പിന്നെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് തോറ്റ കുട്ടികളുടെ ശതമാനമാണ്. അപ്പൊ നമുക്ക് തോറ്റ കുട്ടികൾ എത്രയാണെന്ന് കണ്ടുപിടിച്ചാലേ ശതമാനം കാണാൻ പറ്റുള്ളൂ. അതിനെന്ത് ചെയ്തു? 1600ന്റെ 55%-ന്റെ 10% കണ്ടുപിടിച്ചു. അതുപോലെ 1600ന്റെ 45%-ന്റെ 20% കണ്ടുപിടിച്ചു. അപ്പൊ രണ്ട് കൂട്ടത്തിലും തോറ്റ കുട്ടികളുടെ എണ്ണം നമുക്ക് കിട്ടി. അവരെ തമ്മിൽ കൂട്ടിയാൽ ടോട്ടൽ നമ്പർ ഓഫ് ഫെയിൽഡ് സ്റ്റുഡൻസ് കിട്ടി. ഇനി എന്ത് ചെയ്യണം? ആലോചിക്കുക. 1600ന്റെ എത്ര ശതമാനമാണ് 232? 1600ന്റെ 10% 160 ആണ്. അങ്ങനെയാണെങ്കിൽ 20% എന്ന് പറയുമ്പോൾ അതിന്റെ നേരെ ഇരട്ടി. 30% എന്ന് പറഞ്ഞാൽ അതിന്റെ 3 ഇരട്ടി. 2 കൊണ്ട് ഗുണിക്കുക, 3 കൊണ്ട് ഗുണിക്കുക, അങ്ങനെ ചെയ്താൽ മതി കേട്ടോ. അപ്പം 160നേക്കാളും കൂടുതലാണ്, പക്ഷെ 320നേക്കാളും കുറവാണ്. അപ്പൊ നമ്മുടെ ഉത്തരം എന്താണെങ്കിലും 10%-നും 20%-നും ഇടയിൽ നിൽക്കും. അതിന്റെ ഇടയ്ക്ക് ആകെ ഒറ്റ ആൻസറേ ഉള്ളൂ, ഓപ്ഷൻ എ 14.5. അത് ഉത്തരമായിട്ട് മാർക്ക് ചെയ്യാം. അല്ലെങ്കിൽ 1600ന്റെ എത്ര ശതമാനമാണ് 232 എന്ന് കണ്ടെത്തുക. അവിടെ നമുക്ക് എക്സിന്റെ വില കാണാം. ഓക്കെ, ഏത് രീതിയിൽ ചെയ്താലും ആൻസർ കിട്ടും. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത ചോദ്യം കുറച്ച് ട്രിക്കി ആയിട്ടുള്ള ചോദ്യമാണ്. വളരെ എളുപ്പത്തിൽ നമുക്ക് ആൻസർ കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു ചോദ്യം അല്ലായിരുന്നു അത്. 156:x. നമുക്ക് എക്സിന്റെ വിലയാണ് ഇവിടെ കണ്ടുപിടിക്കേണ്ടത്. 182:342 ആണെങ്കിൽ ഇവിടെ എക്സിന്റെ വില കണ്ടെത്തുക എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പൊ ഈ ചോദ്യം നമ്മൾ എത്രയൊക്കെ ആലോചിച്ചാലും നമുക്ക് ആൻസർ കിട്ടാൻ കുറച്ച് പ്രയാസമാണ്. കാരണം ഇത് ക്യൂബോ സ്ക്വയറോ ഒന്നും ആയിട്ട് വലിയ ബന്ധമൊന്നുമില്ല. സാധാരണ ഇങ്ങനത്തെ വാല്യൂസ് തരുന്നത് ക്യൂബും സ്ക്വയറും ആയിട്ടുള്ള ഒരു ബന്ധം വെച്ചിട്ടൊക്കെ ആയിരിക്കും. പിന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക, ഏതെങ്കിലും സ്ക്വയറിനോടൊപ്പം ഏതെങ്കിലും സംഖ്യ കൂട്ടിയാലോ കുറച്ചാലോ നമുക്ക് ഈ വാല്യൂസ് കിട്ടുന്നുണ്ടോ? അങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്കുമ്പോൾ 156ന്റെ തൊട്ട് താഴെ വരുന്ന വർഗം ഏതാ? 144 ആണ് അല്ലെ. 144 എന്ന് പറയുന്നത് 12ന്റെ വർഗമാണ്. അതിൻ്റെ കൂടെ 12 കൂട്ടിയാൽ എന്ത് കിട്ടും? 156 കിട്ടും. കണ്ടോ? 12ന്റെ വർഗത്തിന്റെ കൂടെ 12 കൂട്ടിയാൽ 156 കിട്ടും. അങ്ങനെയാണെങ്കിൽ 182ന്റെ തൊട്ടു പുറകിൽ വരുന്ന വർഗം ഏതാണ്? 13ന്റെ വർഗം 169 ആണ് അല്ലേ. അപ്പൊ 13ന്റെ വർഗം നമുക്ക് 169. അതിനോടൊപ്പം 13 കൂട്ടിയാൽ 182 കിട്ടുമോ? 9 3 12 ശിഷ്ടം 1, 6 1 7 1 8, 182 കിട്ടി. അപ്പൊ 13ന്റെ വർഗത്തിനോടൊപ്പം നമ്മൾ 13 കൂട്ടിയാൽ 182 കിട്ടി. അപ്പൊ ഇവിടെ 12, ഇവിടെ 13. അങ്ങനെയാണെങ്കിൽ ഈ സംഖ്യ അറിയുകയാണെങ്കിൽ നമുക്ക് അതിന്റെ തൊട്ടു പുറകിലുള്ള സംഖ്യ ആയിരിക്കും ഇവിടെ ഉത്തരമായിട്ട് വരുന്നതെന്ന് കണ്ടുപിടിക്കാം. 342ന്റെ തൊട്ടു പുറകിൽ വരുന്ന വർഗം ഏതാ? 18ന്റെ വർഗമാണ് അല്ലെ. 324. അപ്പൊ 18ന്റെ വർഗം 324. അതിനോടൊപ്പം 18 കൂട്ടിയാൽ 342 കിട്ടുമോ? 8 4 12 ശിഷ്ടം 1, 2 1 3 1 4 3. 342 എന്ന് കിട്ടുന്നുണ്ട് അല്ലെ. അപ്പൊ ഇവിടെ 18 വന്നു, ഇവിടെ 12. ആദ്യത്തെ സംഖ്യ 12 വന്നു. അപ്പൊ ഇവിടെ നമ്മൾ 13 എടുത്തു. അപ്പൊ ഇവിടെ 18 കിട്ടി. അങ്ങനെയാണെങ്കിൽ അതിന്റെ തൊട്ടു പുറകിലത്തെ സംഖ്യ എടുക്കുക, 17ന്റെ വർഗം എടുക്കുക, അതിനോടൊപ്പം 17
കൂട്ടുക. 17ന്റെ വർഗം 289 അല്ലേ. അതിനോടൊപ്പം 17 കൂട്ടിക്കേ, 7 7 14, 14 2 16, ശിഷ്ടം 1. 8 1 9 1 10, ശിഷ്ടം 1, 2 1 3. കണ്ടോ, 306 ആണ് നമ്മളുടെ ഉത്തരം. മനസ്സിലായോ? അപ്പം ഇത് കുറച്ച് എന്താണ് കൺഫ്യൂസിങ് ആണ് കേട്ടോ. അത്ര പെട്ടെന്നൊന്നും ഇതിൻ്റെ ആൻസർ കണ്ടുപിടിക്കാൻ പറ്റില്ല. എസ്പെഷ്യലി എക്സാം ഹാളിൽ വളരെയധികം സമ്മർദ്ദത്തിലിരിക്കുന്ന ഒരു കുട്ടിക്ക് ഇതിന് ഉത്തരം കണ്ടുപിടിക്കാൻ പ്രയാസമായിരിക്കും. അപ്പം ഇങ്ങനത്തെ ചോദ്യങ്ങൾ കാണുമ്പോൾ സ്ക്വയറോ ക്യൂബോ ആക്കാൻ പറ്റുന്നുണ്ടോ എന്നൊന്ന് ആലോചിച്ച് നോക്കുക. അതിൻ്റെ തൊട്ട് പുറകിൽ വരുന്ന സ്ക്വയർ വാല്യൂ ഏതാണ്, അല്ലെങ്കിൽ ക്യൂബ് വാല്യൂ ഏതാണ്, അങ്ങനെ ഒന്ന് ആലോചിച്ചൊക്കെ നോക്കി നോക്കണം കേട്ടോ. അങ്ങനെ ഒരു പോസിബിലിറ്റി പറ്റും എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പം ആൻസർ ഏതാണ്? 306. ഓക്കെ, അടുത്ത ചോദ്യം. അരുണും കണ്ണനും ഒരു നിശ്ചിത സ്ഥലത്തേക്ക് ബൈക്കുകളിൽ യാത്ര പുറപ്പെടുന്നു. അരുൺ മണിക്കൂറിൽ 60 കിലോമീറ്റർ വേഗത്തിലും കണ്ണൻ മണിക്കൂറിൽ 40 കിലോമീറ്റർ വേഗത്തിലുമാണ് സഞ്ചരിക്കുന്നത്. അരുൺ കണ്ണനേക്കാൾ 3 മണിക്കൂർ മുൻപ് ലക്ഷ്യസ്ഥാനത്തെത്തിയാൽ എത്ര ദൂരമാണ് അവർ സഞ്ചരിച്ചത്? സാധാരണ ഇങ്ങനെ നമുക്ക് ഒരാൾ ഇത്ര മണിക്കൂർ മുൻപെത്തി അങ്ങനത്തെ ചോദ്യങ്ങളാണ് തരുന്നതെങ്കിൽ രണ്ടുപേരുടെയും സമയങ്ങളെ തമ്മിൽ കുറയ്ക്കുക. കുറച്ചാൽ നമുക്ക് 3 എന്ന് ഉത്തരം കിട്ടണം. അങ്ങനെയാണ് നമ്മൾ ചെയ്യുക. ഓക്കെ, രണ്ടുപേരുടെയും സമയങ്ങൾ തമ്മിൽ കുറയ്ക്കുക. അപ്പൊ ആദ്യത്തെ ആളാരാണ്? അരുണാണ് അല്ലെ. അപ്പൊ അരുണിന്റെ സമയം എങ്ങനെയാ കണ്ടുപിടിക്കുക? നോക്കിക്കേ, 60 കിലോമീറ്റർ വേഗത്തിലാണ് അരുൺ സഞ്ചരിക്കുന്നത്. അപ്പൊ സമയം കാണാൻ നമ്മൾ എന്താ ചെയ്യാറ്? സമയം എന്ന് പറഞ്ഞാൽ ദൂരത്തിനെ നമ്മുടെ വേഗതയുമായിട്ട് എന്ത് ചെയ്യണം? ഹരിക്കണം. അപ്പൊ നമുക്ക് സമയം കിട്ടും. അപ്പൊ ഇവിടെ ദൂരം നമുക്ക് അറിയോ? ഇല്ല, എക്സ് ആണ്. വേഗത നമുക്കറിയാം. ആദ്യത്തെ ആള് 60 കിലോമീറ്റർ പെർ അവറിലും രണ്ടാമത്തെ ആള് 40 കിലോമീറ്റർ പെർ അവറിലുമാണ് പോകുന്നത്. ആദ്യത്തെ കേസിൽ നമ്മൾ അരുണിന്റെ കേസാണ് പറയുന്നതെങ്കിൽ x/, എത്ര വരും? 60 എന്ന് വരും. കാരണം അരുണിന്റെ വേഗത നമുക്ക് തന്നിട്ടുണ്ട്. എത്രയാണ്? 60 കിലോമീറ്റർ പെർ അവർ ആണ്. ഇനി അടുത്ത ആള് കണ്ണൻ. കണ്ണന്റെ കേസിലാണെങ്കിലോ? കണ്ണന്റെ കേസിലാണെങ്കിൽ നമുക്ക് തന്നിട്ടുണ്ട് സമയം എന്ന് പറയുന്നത് x/, 40 വരും. കാരണം എന്താ? കണ്ണന്റെ സ്പീഡ് 40 കിലോമീറ്റർ പെർ മണിക്കൂറാണ്. ഇനി നോക്കിക്കേ, നമ്മൾ ഇവർ രണ്ടുപേരുടെ സമയം തമ്മിൽ കുറയ്ക്കാൻ പോവുക. എപ്പോഴും വലുതിൽ നിന്നും ചെറുത് കുറയ്ക്കുകയാണ് ചെയ്യേണ്ടത്. കൂടുതൽ സമയം എടുക്കുന്ന ആരായിരിക്കും? സ്പീഡ് കുറച്ചു പോകുന്ന ആളല്ലേ. ആർക്കാണോ സ്പീഡ് കുറവ് അവർ കൂടുതൽ സമയം എടുക്കും. ആർക്കാണോ സ്പീഡ് കൂടുതൽ അവർ വളരെ പെട്ടെന്ന് തന്നെ അവരുടെ സ്ഥലം എന്താണ്, അവരുടെ സ്പോട്ടിൽ എത്തും അല്ലേ. അപ്പൊ സ്പീഡ് കുറവ് ഇവിടെ ആർക്കാണ്? കണ്ണനാണ്. കണ്ണൻ 40 കിലോമീറ്റർ പെർ അവറേ പോകുന്നുള്ളൂ. അതേസമയം നമ്മുടെ അരുൺ ആവട്ടെ 60 കിലോമീറ്റർ ആണ് ഒരു മണിക്കൂറിൽ സഞ്ചരിക്കുന്നത്. അപ്പൊ സ്പീഡ് കുറവ് ആർക്കാണോ അയാൾ കൂടുതൽ സമയം എടുക്കും. അപ്പൊ ആദ്യം എന്ത് ചെയ്യണം? x/40 എഴുതുക. മൈനസ് രണ്ടാമത്തെ ആളുടെ സമയം x/60. ഇവർ രണ്ടുപേരും സഞ്ചരിക്കുന്ന ദൂരത്തിനെ അവരുടെ സ്പീഡുമായിട്ട് ഹരിച്ചാൽ അവരുടെ സമയം കിട്ടും. ആ രണ്ട് സമയങ്ങളും തമ്മിലുള്ള വ്യത്യാസം നമുക്ക് തന്നിട്ടുണ്ട്. 3 മണിക്കൂറാണ്. ശരിയല്ലേ? ഒരാള് മറ്റേ ആളെക്കാളും 3 മണിക്കൂർ മുൻപ് അവിടെ എത്തും. അതായത് രണ്ടുപേരുടെ സമയം തമ്മിൽ കുറച്ചാൽ നമുക്ക് 3 എന്ന് ഉത്തരം കിട്ടണം. ഇതിന്റെ സിമിലർ ചോദ്യങ്ങൾ നമ്മൾ മുന്നത്തെ പ്രീവിയസ് ഇയർ ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്തപ്പോൾ സോൾവ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇനി ഇത് സോൾവ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ദൂരം കണ്ടുപിടിക്കാം. എക്സല്ലേ കണ്ടുപിടിക്കണ്ടേ? ചെയ്യാലോ. അപ്പൊ ചെയ്തോ. 60നെ ഇങ്ങോട്ട് വിട്ടു, 40നെ അങ്ങോട്ട് വിടുക. അപ്പൊ 60 ഗുണം x 60x മൈനസ് 40 ഗുണം x 40x ഡിവൈഡഡ് ബൈ 40 ഗുണം 60 എന്തിന് തുല്യമാണ്? 3ന് തുല്യമാണ്. 60ൽ നിന്നും 40 കുറച്ചോ? 20x എന്ന് കിട്ടി. is equal to 3 into 40 ഗുണം 60 മേലിലേക്ക് പോവും. അപ്പൊ 40 ഗുണം 60. ഇനി എന്ത് ചെയ്യണം? എക്സിനെ ഇവിടെ നിർത്തുക, 20നെ അങ്ങോട്ട് വിട്ടോ. അപ്പൊ നേരെ താഴോട്ട് പോകും. എപ്പോഴും ഓപ്പോസിറ്റ് ആയിട്ടേ പോവുള്ളൂ കേട്ടോ. മുകളിൽ കിടക്കുന്ന ആള് താഴേക്കും താഴെ കിടക്കുന്ന ആള് മുകളിലേക്കും പോകും. അപ്പൊ വെട്ടാലോ. ദേ 0യും 0യും കൂടെ വെട്ടി. 2 ഗുണം 1 2, 2 ഗുണം 2 4. ഇനി എല്ലാം കൂടെ ഗുണിച്ചാൽ ആൻസർ ആവും കേട്ടോ. 3 ഗുണം 2 6, 6 6 36, ഒരു 0 കൂടെ ഉണ്ട് കേട്ടോ. സോ 360 കിലോമീറ്റർ ആണ് നമ്മളുടെ ഉത്തരം.
ഇതുപോലെ ഒരാളെക്കാളും കൂടുതൽ സ്പീഡിൽ സഞ്ചരിച്ച് നേരത്തെ എത്തി, ഇത്ര മണിക്കൂർ മുന്നേ എത്തി എന്നൊക്കെയാണ് തരുന്നതെങ്കിൽ രണ്ടുപേരുടെയും ഡിസ്റ്റൻസിനെ സ്പീഡുമായിട്ട് ഹരിച്ചാൽ നമുക്ക് അവരുടെ സമയം കിട്ടും. സോ രണ്ടുപേരുടെയും ടൈം ഡിഫറൻസ് എടുക്കുക, അതിനെ നമുക്ക് തന്നിരിക്കുന്ന ടൈം വ്യത്യാസവുമായിട്ട് ഇക്വേറ്റ് ചെയ്താൽ മതി, ആൻസർ കിട്ടും. ഓക്കെ, ആൻസർ ഇവിടെ എത്രയാണ്? 360 കിലോമീറ്റർ. അടുത്ത ചോദ്യം. അടുത്ത കോഡിംഗ് ഡീകോഡിംഗ് എന്നുള്ളൊരു ചോദ്യമായിരുന്നു. ടീനെ W എന്നും, ഇനെ C എന്നും, എനെ D എന്നും, സിനെ A എന്നും, എച്ചിനെ K എന്നും, ഇയെ C എന്നും, ആറിനെ U എന്നൊക്കെ കോഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ സ്റ്റുഡൻറ്റിനെ എങ്ങനെ കോഡ് ചെയ്യാം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നോക്കിയേ, നമുക്ക് ഇങ്ങനത്തെ ചോദ്യം കിട്ടുമ്പോൾ ഇതുപോലെ താഴെ എഴുതാനും കിട്ടും. അപ്പം നിങ്ങൾക്ക് പെട്ടെന്ന് അതിൻ്റെ വ്യത്യാസങ്ങൾ കണ്ടുപിടിക്കാൻ എളുപ്പമായിരിക്കും. അപ്പം ടിക്ക് ശേഷം W എത്രാമതാ വരുന്നത്? ടി കഴിഞ്ഞാൽ UVW മൂന്നാമത്തെ ആളാണ് അല്ലേ. അപ്പം നമുക്ക് എന്ത് ചെയ്യണം? +3 ചെയ്യണം. അടുത്ത നോക്കിക്കേ, ഇ കഴിഞ്ഞ് സി കിട്ടാൻ എന്താ ചെയ്യേണ്ടത്? സി കഴിഞ്ഞാൽ DE -2 ആണ്. ഇയിൽ നിന്നും 2 കുറച്ചാലാണ് നമുക്ക് സി കിട്ടുക അല്ലെ. ഇയുടെ പുറകിൽ D ഉണ്ട്, ഡിയുടെയും പുറകിലാണ് ആര് കിടക്കുന്നേ? സി കിടക്കുന്നേ. അപ്പൊ എന്ത് ചെയ്യണം? 2 കുറയ്ക്കണം. അടുത്തത് എയുടെ കൂടെ വീണ്ടും 3 കൂട്ടിയാൽ D ആകും. ഇനി സിയുടെ അടുത്ത് നിന്ന് വീണ്ടും 2 കുറച്ചാൽ നമുക്ക് എ കിട്ടും. അപ്പൊ നമുക്ക് പാറ്റേൺ മനസ്സിലായി. +3 -2 ആ രീതിയിലാണ് ചെയ്യേണ്ടത്. ബാക്കിയൊന്നും നോക്കേണ്ട ആവശ്യം പോലും ഇല്ല കേട്ടോ. ഇവിടെ അങ്ങനെ ചെയ്യാലോ. ആദ്യം +3 ചെയ്യുക, എസിൻ്റെ കൂടെ 3 കൂട്ടിക്ക്, TUV. അപ്പൊ നമുക്ക് ആദ്യത്തെ അക്ഷരം TUV. അപ്പൊ എസിന്റെ കൂടെ 3 കൂട്ടിക്കോ. എസ് കഴിഞ്ഞാൽ TUV. മൂന്നാമത്തെ ആൾ ആരാണ്? V ആണ്. ടിയിൽ നിന്നും 2 കുറയ്ക്കുക. ടിയിൽ നിന്നും 2 കുറച്ചോ, പുറകോട്ട് പോക്കോ. T -2. ടിയുടെ പുറകിൽ രണ്ടാമത് കിടക്കുന്ന ആൾ ആരാണ്? R ആണ്. അടുത്തത് യുവിന്റെ കൂടെ എന്ത് ചെയ്യണം? +3 കൂട്ടണം. ഇപ്പൊ യു കഴിഞ്ഞാൽ VWX. മൂന്നാമത്തെ ആൾ ആരാണ്? X ആണ്. അപ്പൊ ഇത്രയൊക്കെ കിട്ടുമ്പോൾ തന്നെ ഓപ്ഷനിലേക്ക് നോക്കുക കേട്ടോ. ഓപ്ഷനിൽ ആൻസർ ഉണ്ടെങ്കിൽ അതങ്ങ് മാർക്ക് ചെയ്തേക്കണം. ബാക്കി ഫുള്ളൊന്നും ചെയ്ത് സമയം കളയണ്ട. അപ്പൊ എന്തായാലും ഞാൻ ഫുള്ള് പറഞ്ഞു തരാവേ. അടുത്ത് ഡിയുടെ കൂടെ വീണ്ടും -2 കുറയ്ക്കുക. ഡിയുടെ തൊട്ട് പുറകിൽ സി, സിയുടെ തൊട്ട് പുറകിൽ ആരാണ്? B ആണ്. ഇനി ഇന്റെ കൂടെ +3 ചെയ്യുക. ഇ കഴിഞ്ഞാൽ FGH. H വരും. ഇനി എന്നിൽ നിന്നും -2. എന്നിന്റെ തൊട്ട് പുറകിൽ M ഉണ്ട്, എമ്മിന്റെ തൊട്ട് പുറകിൽ ആരുണ്ട്? L ഉണ്ട് അല്ലേ. അപ്പൊ നമുക്ക് L എന്ന് കിട്ടി. ലാസ്റ്റ് ടിന്റെ കൂടെയും +3 ചെയ്തോ. ടി കഴിഞ്ഞാൽ VW. ലാസ്റ്റ് ലെറ്റർ അപ്പൊ ഏത് വരും? W എന്ന് വരും. അപ്പൊ നമ്മുടെ കോഡ് കിട്ടി VRXBHLW. നമുക്ക് ആൻസർ നോക്കാം. ആൻസർ വരെ ഓപ്ഷൻ B ആണ് കേട്ടോ. VRXBHLW ഓപ്ഷൻ B ആണ് നമ്മളുടെ ആൻസർ. അടുത്ത ചോദ്യം നോക്കിക്കേ. വളരെ വെറൈറ്റി ആയിട്ടുള്ള സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. LT ക്ലർക്ക് പോലത്തെ പരീക്ഷകൾക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്ന ഒരു ചോദ്യം തന്നെയാണ്. 3^0.25 × 7^0.25 × 16^0.49 ഡിവൈഡഡ് ബൈ 21^0.25 × 16^0.24. അപ്പൊ ഇതെങ്ങനെയാ ചെയ്യാ? ഇവിടെ നോക്കിക്കേ, ഒരു 21 കണ്ടോ? ഇവിടെ ഒരു 3 ഉണ്ട്, 7 ഉണ്ട്. 7 × 3 21 ആണെന്ന് നമുക്ക് അറിയില്ലേ? നമ്മുടെ എക്സ്പോണൻസിൽ കൃത്യംഗങ്ങളിനകത്തുള്ള ഒരു നിയമമാണ്. ഇതുപോലെ ഒരു നമ്പർ നമ്മുടെ ഉണ്ടെങ്കിൽ നമുക്ക് അവരെ ഫാക്ടേഴ്സ് ആക്കി എഴുതാൻ പറ്റുമെങ്കിൽ, അതായത് ഇപ്പൊ 21 എനിക്ക് എങ്ങനെ എഴുതാം? 7 × 3 എന്ന് എഴുതി കൊടുത്തൂടെ? 7 × 3 0.25 എന്നാണ് അല്ലേ. ഇങ്ങനെ വന്നാൽ നമുക്ക് ഇതിനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് 7^0.25 × 3^0.25 എന്ന് എഴുതി കൊടുക്കാം. മനസ്സിലായോ? ഇതുപോലൊരു നമ്പർ ഉണ്ടെങ്കിൽ അവരുടെ ഫാക്ടേഴ്സ് ആക്കാൻ പറ്റുമെങ്കിൽ ഫാക്ടേഴ്സ് ആക്കി എഴുതിയതിന് ശേഷം ഓരോ ഫാക്ടറിനും ആ പവർ ഇട്ട് കൊടുത്തിട്ട് ഗുണിച്ചാലും നമുക്ക് അതേ ഉത്തരം തന്നെ കിട്ടും. ഒരു എക്സാമ്പിൾ പറഞ്ഞു തരട്ടെ. 6^2. 6ന്റെ സ്ക്വയർ എന്ന് പറയുന്നത് 3 × 2 അല്ലേ 6. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 3 × 2^2 എന്ന് കിട്ടും. അങ്ങനെ ഇത് പറയുന്നത് 3^2 × 2^2 തുല്യമായിരിക്കും. നമുക്ക് ഓരോന്നിനും എന്ത് ചെയ്യാം? പവറുകൾ ഇട്ട് കൊടുക്കാം. അവരെ ഗുണിച്ചാലും നമുക്ക് ആ ആൻസർ തന്നെ കിട്ടും. അപ്പൊ 3 × 3 9 ആണ്. 2 × 2 4 ആണ്. 9 × 4 എത്ര വന്നു? 36 എന്ന് വന്നു. 6ന്റെ സ്ക്വയർ എത്രയാണ്? 36 ആണ്. കണ്ടോ? അപ്പൊ എങ്ങനെ ചെയ്താലും നമുക്ക് ഒരേ ആൻസർ തന്നെയാണ് കിട്ടുക.
ആ ലോജിക്ക് നമുക്ക് ഇവിടെ അങ്ങ് അപ്ലൈ ചെയ്ത് കൊടുക്കാമല്ലോ. അപ്പൊ 21 നമുക്ക് എങ്ങനെ എഴുതാം? 21 നമുക്ക് 7 ഗുണം 3 എന്ന് എഴുതി കൊടുക്കാം. ബ്രാക്കറ്റ് തുറക്കുമ്പോൾ ഓരോ നമ്പറിനും നമുക്ക് എന്ത് ചെയ്യാം? ഈ പവർ അങ്ങ് ഇട്ട് കൊടുക്കാം കേട്ടോ. 7⁻0.25 ഇൻറ്റു 3⁻0.25. ഇനി നോക്കിക്കേ, ഇവിടെ ഒരു 3⁻0.25 ഉണ്ട്, ഇവിടെ ഒരു 3⁻0.25 ഉണ്ട്. രണ്ടും വെട്ടിപ്പോവല്ലോ. ഒരേ സംഖ്യ മുകളിലും താഴെയും വന്നാൽ വെട്ടിപ്പോവും. ഇവിടെ ഒരു 7⁻0.25 ഉണ്ട്, ഇവിടെയും 7⁻0.25 വെട്ടിക്കളയാം. ഇനി ഇവിടെ ഒരു 16⁻0.49ഉം ഇവിടെ 16⁻24ഉം ഉണ്ട്. അപ്പൊ താഴെ കിടക്കുന്ന 16നെ നമുക്ക് മുകളിലേക്ക് വിടാം. എന്ത് ചെയ്താൽ മതി? പവർ നെഗറ്റീവ് ആക്കിയാൽ മതി. മനസ്സിലായോ? പവറിനെ നെഗറ്റീവ് ആക്കിയാൽ നമുക്ക് അതിനെ മുകളിലേക്ക് വിടാം. അപ്പൊ 16⁻49 ഇൻറ്റു 16⁻⁻24 എന്ന് എഴുതി കൊടുക്കാം. കണ്ടോ, ഹരണത്തിൽ കിടന്നയാളെ നമ്മൾ നേരെ ഗുണനമാക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യാറ്? റെസിപ്രോക്കൽ എടുത്ത് എഴുതുവാണ് ചെയ്യാറ്. പവർ ഉള്ള സംഖ്യകളാണെങ്കിൽ ആ പവർ അങ്ങ് നെഗറ്റീവ് ആക്കിയാൽ മതി കേട്ടോ. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതായിരുന്നു കേട്ടോ, അതുകൊണ്ട് ഞാൻ ഇൻഡെപ്ത് ആയിട്ട് പറയുന്നില്ല. അപ്പൊ താഴെ കിടക്കുന്ന ആളെ മുകളിലേക്ക് വിട്ടു. അപ്പൊ ഹരണത്തിൽ നിന്നും ഞാൻ അതിനെ എന്ത് ചെയ്തു? ഗുണനമാക്കി. അപ്പൊ അതിന്റെ പവറിനെ ഞാൻ എന്ത് ചെയ്തു? മൈനസ് ഇട്ട് കൊടുത്തു. ഇനി a⁻x ഇൻറ്റു a⁻y ആണെങ്കിൽ നമ്മൾ അതിനെ എങ്ങനെ എഴുതുക? a⁻x+y എന്നല്ലേ എഴുതാറ്? നമുക്ക് അറിയാവുന്ന കാര്യമല്ലേ. ഇവിടെയും 16 ഇവിടെയും 16, രണ്ടിന്റെയും ബേസ് തുല്യമാണെങ്കിൽ പവറുകളെ തമ്മിൽ നമുക്ക് കൂട്ടാം. അപ്പൊ എന്ത് വരും? 16⁻0.49 പ്ലസ് ആണ്, പക്ഷെ ഇവിടെ ഓൾറെഡി എന്തുണ്ട്? ഒരു മൈനസ് ഉണ്ട്. പ്ലസും മൈനസും വന്നാൽ എന്ത് ചെയ്യണം? കുറയ്ക്കണം. വലിയ സംഖ്യ ഏതോ അതിന്റെ സൈൻ ഇട്ട് കൊടുക്കണം. അപ്പൊ 0.49ൽ നിന്നും 0.24 കുറയ്ക്കുക. എത്ര വരും? 0.25 എന്ന് കിട്ടി. അപ്പൊ 16⁻0.25 ആണ് നമ്മളുടെ ആൻസർ. 0.49 ഇവിടെ പോസിറ്റീവ് ആണ്. 49 അല്ലേ വലുത് വരുന്നേ, അതുകൊണ്ട് നമ്മുടെ ഉത്തരം എന്താണ്? പോസിറ്റീവ് ആയിരിക്കും. കഴിഞ്ഞില്ല. നമ്മുടെ ഓപ്ഷനിൽ എവിടെയും ഈ 16.25 എന്നുള്ളൊരു ആൻസർ കാണില്ല അല്ലേ. അപ്പൊ അതിന് വേണ്ടിയിട്ട് എന്താ ചെയ്യണ്ടേ? ഇതിനെ ഒന്ന് സോൾവ് ചെയ്യണം. സോൾവ് ചെയ്താലോ? 16⁻0.25നെ നമുക്ക് എങ്ങനെ എഴുതാം? ഈ 0.25 എന്ന് പറഞ്ഞാൽ 25/100 തുല്യമല്ലേ. പോയിന്റിന് ശേഷം എത്ര സംഖ്യ ഉണ്ടോ താഴെ അത്രയും 0 ഇട്ട് കൊടുക്കുക. അപ്പൊ 0.25 എന്ന് പറഞ്ഞാൽ പോയിന്റിന് ശേഷം 2 സംഖ്യയായിരുന്നു. അപ്പൊ താഴെ 2 0 ഇട്ട് കൊടുത്താൽ മതി. ഇനി ഇതിനെ വെട്ടാലോ? 25 ഗുണം 1 25, 25 ഗുണം 4 100 എന്ന് കിട്ടി. അപ്പൊ 16⁻1/4 എന്ന് കിട്ടി. ഇനി ഈ 16നെ നമുക്ക് 2ന്റെ ടേംസിൽ എഴുതിക്കൂടെ? 2ന്റെ 4ന്റെ ഒക്കെ ടേംസിൽ എഴുതാൻ പറ്റും അല്ലേ? എങ്ങനെ വേണമെങ്കിലും എഴുതിക്കോ. 4ന്റെ ടേംസിൽ എഴുതണമെങ്കിൽ അങ്ങനെ എഴുതിക്കോ. 4 ഗുണം 4 അല്ലേ 16, 4ന്റെ വർഗമാണ് 14. പുറത്തൊരു 1/4 കിടപ്പുണ്ട്. ഇങ്ങനെ വരുന്ന പക്ഷം നമുക്കിതിനെ സോൾവ് ചെയ്യാം. 2 ഗുണം 1/4 ആയിട്ട് എടുക്കാം കേട്ടോ. അപ്പൊ വെട്ടിക്കോ. 2ഉം 1/4ഉം കൂടെ വെട്ടുമ്പോൾ എന്ത് വരും? 1/2 എന്ന് വരും. അപ്പൊ 4⁻1/2. ഏതൊരു സംഖ്യയുടെയും പവർ 1/2 ആണെന്ന് പറഞ്ഞാൽ എന്താ അർത്ഥമാക്കുന്നേ? സ്ക്വയർ റൂട്ട് കാണാനാണ് അർത്ഥമാക്കുന്നത് കേട്ടോ. വർഗമൂലം കാണുക. അപ്പൊ നമുക്ക് 4ന്റെ വർഗമൂലം എത്ര വരും? 2. കണ്ടോ, ആൻസർ എത്ര വന്നു? 2 എന്ന് വന്നു. ഇനി ഇതേ സ്റ്റെപ്പിൽ നമുക്ക് വേറൊരു രീതിയിലും ചെയ്യാം. 16നെ 2ന്റെ ടേംസിൽ എഴുതിക്കേ. 2 ഗുണം 2 4, 4 ഗുണം 2 8, 8 ഗുണം 2 16. അപ്പൊ 2നെ 4 തവണ ഗുണിച്ചാൽ 16 കിട്ടും. 2നെ 4 തവണ ഗുണിച്ചാൽ 16. ഇൻറ്റു പുറത്ത് എന്തുണ്ട്? ഒരു 1/4 ഉണ്ട്. അപ്പൊ ഈ 4ഉം 4ഉം എന്ത് ചെയ്യും? വെട്ടിപ്പോവും. നമുക്ക് ഉത്തരം എത്ര കിട്ടും? 2 എന്ന് തന്നെ കിട്ടും. ഓക്കെ, 1/4 എന്ന് പറഞ്ഞാൽ 2 തവണ വർഗമൂലം എടുക്കുക, അതാണ് അതിന്റെ അർത്ഥം കേട്ടോ. 1/2 വർഗമൂലം കാണുക. അപ്പൊ 1/4 എന്ന് പറഞ്ഞാൽ എന്താ? 2 തവണ വർഗമൂലം കാണുക. 16നെ 1 തവണ സ്ക്വയർ റൂട്ട് ചെയ്താൽ 4 എന്ന് കിട്ടും. വീണ്ടും ഒന്നും കൂടെ സ്ക്വയർ റൂട്ട് ചെയ്താലോ 2 എന്ന് കിട്ടും. അതാണ് അതിന്റെ ലോജിക്ക്. ഇനി അങ്ങനെ ചിന്തിക്കാൻ പ്രയാസമുള്ള കുട്ടികൾക്ക് വേണ്ടി പറഞ്ഞു തന്നതാണ്. ഇങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഓക്കെ, ആൻസർ എത്ര വരും? 2 എന്ന് കിട്ടി. ഓക്കെ, അടുത്ത ചോദ്യം. 45 സെന്റിമീറ്റർ വശമുള്ള സമചതുരാകൃതിയിലുള്ള ഒരു ലോഹത്തകിടിൽ നിന്നും 9 സെന്റിമീറ്റർ വശമുള്ള എത്ര ചെറിയ സമചതുര തകിടുകൾ ഉണ്ടാക്കാം? ഇവിടെ ഒരു സമചതുരത്തിലുള്ള ഒരു ലോഹത്തകിടാണുള്ളത്. അതിന്റെ ഒരു വശം നമുക്ക് തന്നിട്ടുണ്ട് 45 ആണ്. ഒരു വശം 45 ആകുമ്പോൾ എല്ലാ വശങ്ങളും എന്ത് തന്നെയാണ്? 45 തന്നെയാണ്.
ഇനി ഇതിനെ 9 സെന്റിമീറ്റർ വശമുള്ള എത്ര ചെറിയ സമചതുര കട്ടകളാക്കി മാറ്റാമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നോക്കിക്കേ, 45 എന്ന് പറഞ്ഞാൽ എന്താണ്? 9 ഗുണം 5 ആണ് അല്ലെ. അതായത് 45നെ നമുക്ക് 9 സെന്റിമീറ്റർ നീളമുള്ള 5 പീസുകളാക്കി ഭാഗിക്കാം. അപ്പൊ ഈ 45നെ എനിക്ക് 5 പീസാക്കി ഭാഗിക്കാലോ. 1 2 3 4 5. ഇതിന്റെ എല്ലാം തന്നെ വശങ്ങളുടെ അളവ് എത്രയായിരിക്കും? 9 ആയിരിക്കും. ശരിയല്ലേ? ഈ വശവും 9 ആയിരിക്കും, ഈ വശവും 9 ആയിരിക്കും. ഈ രണ്ട് വശങ്ങളും 45 അല്ലേ? ഇതും എനിക്ക് എന്ത് ചെയ്യാം? ഇതുപോലെ തന്നെ 9 സെന്റിമീറ്റർ നീളമുള്ള കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളാക്കി ഭാഗിക്കാലോ. അപ്പൊ എത്ര എണ്ണം കിട്ടും? 5 എണ്ണം. 1 2 3 4 5. 1 2 3 4 5. കണ്ടോ? അപ്പൊ രണ്ട് വശങ്ങളിലായിട്ട് നമുക്ക് എത്ര എണ്ണം കിട്ടുന്നുണ്ട്? 5 വീതം ഫോം ചെയ്യിക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ ഈ സൈഡിലേക്കും 5 എണ്ണം, ഈ സൈഡിലേക്കും 5 എണ്ണം. അതായത് 5 ഗുണം 5 25 എണ്ണം. മൊത്തം എത്ര കട്ടകൾ ഉണ്ടാക്കാം? 25 കട്ടകൾ ഉണ്ടാക്കാം കേട്ടോ. സമചതുര കട്ട എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എല്ലാ വശങ്ങളും 9 ആയിരിക്കും. ഓക്കെ. സോ 45നെ നമുക്ക് ഇങ്ങനെയും ഡിവൈഡ് ചെയ്യാം, ഇങ്ങനെയും ഡിവൈഡ് ചെയ്യാം. ഒരു വശത്തേക്ക് 5 എണ്ണം, താഴേക്കും 5 എണ്ണം. അങ്ങനെയാണെങ്കിൽ മൊത്തം എത്രയാണെന്ന് എങ്ങനെയാ കണ്ടുപിടിക്കുക? രണ്ടും കൂടെ ഗുണിച്ചാൽ മതി. 5 ഗുണം 5 25 ആണ് നമ്മളുടെ ഉത്തരം. ഓക്കെ. അടുത്ത ചോദ്യം. 20 എന്നുള്ള സമയത്തിൽ സൂചികൾ തമ്മിലുള്ള കോണളവ് എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ എന്ത് ചെയ്യണം? ക്ലോക്ക് വരയ്ക്കാലോ. ഇതേ ക്ലോക്ക് വരച്ചു. ഇവിടെയാണ് 12, ഇവിടെ 1 2 3 4. 4 എന്ന് പറയുന്നതല്ലേ 20 എന്ന് പറയുന്നേ. അപ്പൊ 12 20 എന്ന് പറയുമ്പോൾ ചെറിയ സൂചി 12ന്റെ നേരെയും വലിയ സൂചി 4ന്റെ നേരെ ആയിരിക്കും. ഇനി ഇവരുടെ ഇടയ്ക്ക് എത്ര 5 ഡിവിഷൻസ് വരുന്നുണ്ട്? 1 2 3 4. 4 ഡിവിഷൻസ് വരുന്നുണ്ട് അല്ലെ. ഓരോ ഡിവിഷനും എത്രയാണ്? 30 ഡിഗ്രി ആണ്. നമ്മൾ പഠിച്ചതാ. ഓരോ 5 മിനിറ്റും 30 ഡിഗ്രിക്ക് സമമാണ്. അങ്ങനെയാണെങ്കിൽ 1 2 3 4 തവണ വരുന്നില്ലേ? അപ്പൊ ആദ്യം തന്നെ 4 ഗുണം 30 ചെയ്യുക. 120 ഡിഗ്രി എന്ന് കിട്ടി. ഓക്കെ, 120 ഡിഗ്രി. ഇനി എന്ത് ചെയ്യണം? നമ്മൾ എപ്പോഴും നമ്മുടെ മണിക്കൂർ സൂചിയിൽ നിന്നാണ് എണ്ണേണ്ടത്. മണിക്കൂർ സൂചിയിൽ നിന്നുമാണ് നമ്മൾ ആംഗിൾ വരയ്ക്കേണ്ടത്. മണിക്കൂർ സൂചിയിൽ നിന്നുമാണ് ആംഗിൾ വരയ്ക്കുന്നതെങ്കിൽ എന്ത് ചെയ്യണം? മൈനസ് ഇട്ട് കൊടുക്കണം. ഓക്കെ, മണിക്കൂർ സൂചിയിൽ നിന്നുമാണ് നമ്മൾ ആംഗിൾ വരയ്ക്കുന്നതെങ്കിൽ മൈനസ് ഇട്ട് കൊടുക്കണം. അപ്പൊ നമ്മൾ ഇതുപോലെ ആംഗിൾ വരയ്ക്കുമ്പോൾ ആദ്യം വരുന്നത് മണിക്കൂർ സൂചി ആയിരിക്കണം. ആദ്യം മണിക്കൂർ സൂചി വന്നാൽ മൈനസ് ഇട്ട് കൊടുക്കണം. ആദ്യം മിനിറ്റ് സൂചിയാണ് വരുന്നതെങ്കിലോ പ്ലസ് ഇട്ട് കൊടുക്കണം. നമ്മൾ അങ്ങനെയാ പഠിച്ചത് അല്ലേ. ഇപ്പൊ ഇവിടെ ആദ്യം വരുന്ന മണിക്കൂർ സൂചിയാണ്, അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു? മൈനസ് ഇട്ട് കൊടുത്തു. ഇനി എന്ത് ചെയ്യണം? നമ്മുടെ മിനിറ്റ് സമയത്തിന്റെ നേർ പകുതി എടുത്ത് കുറയ്ക്കുക. ഇവിടെ 12 20 അല്ലേ, 20ന്റെ പകുതി 10. ഉത്തരം എത്ര വന്നു? 110 ഡിഗ്രി എന്ന് കിട്ടി. കണ്ടോ? അപ്പൊ നമ്മൾ ആൻസർ എങ്ങനെയാ കണ്ടുപിടിച്ചേ? ആദ്യം ഇതിന്റെ ഇടയ്ക്ക് എത്ര ഡിവിഷൻസ് ഉണ്ടെന്ന് നോക്കുക. ഓരോ 5 മിനിറ്റും 30 ഡിഗ്രി ആണ്. അപ്പൊ 4 തവണ വന്നു. അപ്പൊ ഞാൻ എന്ത് ചെയ്തു? 4 ഗുണം 30 ചെയ്തു. 120 എന്ന് കിട്ടി. 120ന്റെ കൂടെ കൂട്ടുവാണോ കുറയ്ക്കുവാണോ എന്ന് കണ്ടുപിടിക്കണം. അതിനു വേണ്ടി ആദ്യം വരുന്ന സൂചി ഏതാണെന്ന് നോക്കുക. ആദ്യം വരുന്ന സൂചി മണിക്കൂർ സൂചി ആണെങ്കിൽ നമ്മൾ കുറയ്ക്കണം. ആദ്യം വരുന്ന സൂചി മിനിറ്റ് സൂചി ആണെങ്കിൽ നമ്മൾ കൂട്ടണം. അങ്ങനെയാ ചെയ്യുന്നത് കേട്ടോ. അപ്പം 120ന്റെ കൂടെ 10 കുറയ്ക്കുക. നമ്മുടെ ആൻസർ എത്ര വന്നു? 110 എന്ന് കിട്ടി. ഓക്കെ. അടുത്ത ചോദ്യം. ഒരാൾ വീട്ടിൽ നിന്നും കിഴക്കോട്ട് യാത്ര ആരംഭിച്ചു. ഇപ്പൊ ഇതാണ് കേട്ടോ വീട്. കിഴക്ക് എങ്ങോട്ടാ? അങ്ങോട്ട്. അതല്ലേ നമ്മുടെ ഈസ്റ്റ് ദിശ. കിഴക്കോട്ട് യാത്ര ആരംഭിച്ചു. പിന്നീട് വലത്തോട്ട്. അപ്പൊ ഇങ്ങനെ സഞ്ചരിക്കുന്ന ഒരാളുടെ വലതുഭാഗം താഴേക്കും ഇടതുഭാഗം മുകളിലേക്കും ആയിരിക്കും. അപ്പൊ എന്ത് ചെയ്യാ? വലത്തോട്ട് താഴോട്ടാണ് അയാൾ അവിടെ നിന്ന് സഞ്ചരിക്കുക. നിങ്ങൾ ഇങ്ങനെ ലൈനിൽ കൂടെ പോവാണെന്നങ്ങ് ആലോചിച്ചാൽ മതി. വലതുഭാഗം താഴേക്കും ഇടതുഭാഗം മുകളിലേക്കും അല്ലേ വരുള്ളൂ. പിന്നീട് വലത്തോട്ടും അതിനെ തുടർന്ന് വീണ്ടും വലത്തോട്ട്. ഇപ്പൊ നോക്കിക്കേ, താഴോട്ട് നമ്മൾ നടന്നുകൊണ്ടിരിക്കുക. അപ്പൊ നമ്മുടെ വലത് എങ്ങോട്ടാ? അങ്ങോട്ട്. ഇടത് എങ്ങോട്ടാ? അങ്ങോട്ടല്ലേ വരിക. വലത്തേക്ക് നടക്കുക എന്ന് പറഞ്ഞാൽ വീണ്ടും അയാൾ എങ്ങോട്ടാ പോകുന്നേ? ഈ ഡയറക്ഷനിലേക്കാണ് പോകുന്നത്. ഏത് ദിക്കിലേക്കായിരിക്കും അയാൾ ഇപ്പോൾ യാത്ര ചെയ്യുന്നത്? അയാൾ ഇപ്പോൾ ഏത് ദിക്കിലേക്കാ പൊക്കോണ്ടിരിക്കുന്നേ? പടിഞ്ഞാറ് ദിശയിലേക്കാണ് പൊക്കോണ്ടിരിക്കുന്നത് കേട്ടോ. വെസ്റ്റ് ദിശയിലേക്കാണ് അയാൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഓപ്ഷൻ സി ആണ് നമ്മളുടെ ആൻസർ വരുന്നത്. നമ്മൾ എല്ലാ ചോദ്യവും ഡിസ്കസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ അത്യാവശ്യം സ്റ്റാൻഡേർഡ് ചോദ്യങ്ങളായിരുന്നു. സാധാരണ രീതിയിൽ പരീക്ഷകളിൽ ചോദിക്കുന്ന പോലെ അല്ല, അത്യാവശ്യം സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ തന്നെയായിരുന്നു. എല്ലാം ചെയ്ത് പഠിക്കണം. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ബട്ടൺ ഒന്ന് അമർത്തുക. അതുപോലെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ടാറ്റാ.